കണ്ടോ, നല്ല ക്രിസ്പിയാണിത്. ഹായ്, ഇന്ന് ഞാനേ മോന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കണ്ടേ, റാഗിന്റെ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എങ്ങനെയാ ഉണ്ടാക്കണെന്ന് കേട്ടോ. ഓക്കെ പറയും. ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് ശർക്കരയും 2 ഏലക്കായും 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണേ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് നെയ്യ് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവരുത്. ആ ഒരു പരുവമാവണ വരെ നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അതിലേക്ക് 1 സ്പൂണ് മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ച് ഒരു ഡോ പരുവത്തിലാക്കി വെക്കണം. ഇനി കാര്യം സിമ്പിളാണ്. ചെറിയ ബോളുകളാക്കിയിട്ട് കൈ വെച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ വല്ല ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കത്തി വെച്ചിട്ട് 2-3 വരയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇനി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് ഒന്നുമില്ലെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. അതും അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ സാധാ അടുപ്പിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിൽ തട്ടിറക്കി വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റിൽ കൂടി പോകണ്ട. അപ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ടാവും. ലോ സിമ്മിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. 10 മിനിറ്റിൽ ഒരിക്കലും കൂടി പോവരുത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ഒരു 20ഓളം ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തി ആണല്ലോ. നമ്മളിതിൽ വേറൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ മസ്റ്റ് ട്രൈ ആണ്. ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.